പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 171 വചനത്തിൻ്റെ തുടക്കഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഈഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്ന ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസികളെ ഉപമിച്ചത് ഇടയന്മാരുടെ വിളിയും തെളിയുമല്ലാതെ വിളിക്കുന്നതിൻ്റെയും തെളിക്കുന്നതിൻ്റെയും അർത്ഥമോ ആശയമോ ഗ്രഹിക്കാൻ അവസരമില്ലാത്ത, അതിനാവാത്ത ജന്തുക്കളോടും മിണ്ടാപ്രാണികളോടുമാണ്. അതാണ് ഈ ഉപമയിൽ പ്രധാനമായും ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്നും ഇത്തരം അവിശ്വാസികളെ ചിത്രീകരിക്കുകയാണ്. അവരുടെ നിലപാട് എത്രമേൽ മോശമാണ്, ഹീനമാണ് എന്നത് ഉറപ്പിക്കുവാനും അവരെ അറിയിക്കുവാനും. അല്ലാഹു പറയുന്നു, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ. സുമ്മുൻ അവർ ബധിരരാണ്, ബുക്മുൻ അവർ മൂകരും ഊമകളുമാണ്, ഉമ്യുൻ അവർ അന്ധരുമാണ്, ഫഹും ലാ യഅഖിലൂൻ അതിനാൽ തന്നെ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, ഗ്രഹിച്ച് ഉൾക്കൊള്ളുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം അവിശ്വാസികളെ ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് കുറേ വിഷയങ്ങളും അവിടെ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുമുണ്ട്. സുമ്മുൻ എന്നത് അസം എന്നതിൻ്റെ ബഹുവചനമാണ്. അസം ബദിരൻ, സുമ്മുൻ ബദിരന്മാർ. ബുക്മുൻ അബിക്കം എന്നതിൻ്റെ ബഹുവചനമാണ്, ഊമകൾ എന്ന അർത്ഥത്തിൽ. ഉമ്യുൻ അഅമ എന്നതിൻ്റെ ബഹുവചനമാണ്. അഅമ അന്ധനാണ്, ഉമ്യുൻ അന്ധന്മാർ. ഈ പ്രയോഗങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് വന്നതാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ 17-18 വചനങ്ങൾ മുമ്പ് പഠിച്ചപ്പോൾ ഈ പദങ്ങൾ അവിടെ ഇപ്രകാരം തന്നെ വന്നിട്ടുണ്ട്. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ എന്നാണ് അവിടെ പ്രയോഗമുള്ളത്. കപടവിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപമ പറഞ്ഞപ്പോൾ മസലുഹും കമസലില്ലദീ ഇസ്തൗഖദ നാറ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സൂറത്തുൽ ബഖറയിലെ 17-18 വചനങ്ങൾ. ഈ പദങ്ങളുടെ പ്രത്യേകതകൾ അവിടെ നമ്മൾ പഠിച്ചു പോയതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ പദപ്രയോഗങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ച ആളുകൾ യഥാർത്ഥ ബധിരരോ ഊമകളോ അന്ധന്മാരോ അല്ല. പ്രത്യുത അവരുടെ ബധിരതയും മൂകതയും അന്ധതയും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കുമുള്ള വിളിയും ക്ഷണവുമുണ്ടാകുമ്പോൾ സത്യപ്രബോധനം കേൾക്കുന്നതിനെ തൊട്ടുള്ള ബധിരതയാണ്. സത്യപ്രബോധകന് ഉത്തരം നൽകുന്നതിനെ തൊട്ട് അവരുടെ മൗനമാണ്. സത്യത്തിൻ്റെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കണ്ണിൽ തെളിഞ്ഞിട്ടും കണ്ടു മടുത്തിട്ടും കാണാത്തതുപോലെയുള്ള അവരുടെ വർത്തനമാണ്. സത്യം കേൾക്കാനോ സത്യം പറയാനോ സത്യമാർഗം മുന്നിൽ തെളിഞ്ഞിട്ട് ആ വഴി കണ്ടെത്താനോ ശ്രമിക്കാതെ വർത്തിക്കുന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവേദനക്ഷമത, കാഴ്ചയും കേൾവിയും അതേപോലെ സംസാര ശേഷിയും ഇവർക്കില്ലെന്ന് വിധിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. കേൾവിയും കാഴ്ചയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അടിസ്ഥാനമായ അവയവങ്ങളാണ്, കഴിവുകളാണ്. അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരക്കാർ എന്ത് ഗ്രഹിക്കാനാണ്, എന്ത് ഉൾക്കൊള്ളുവാനാണ്? അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിൽ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദൃഷ്ടാന്തം തങ്ങൾക്ക് കാണിക്കുവാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത്. ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിച്ച ദൃഷ്ടാന്തം ചന്ദ്രനെയായിരുന്നു. ചന്ദ്രനെ രണ്ടാക്കി പിളർത്തിയാണ് കാണിച്ചത്. ഫഅറാഹുമുൽ ഖമറ ശിഖ്ഖതൈനി ഹത്താ റഅൗ ഹിറാ ബൈനഹുമ എന്നാണ്. ഖമറിനെ, ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി കാണിച്ചു. ആ പിളർപ്പുകൾക്കിടയിൽ ഹിറ എന്ന് പറഞ്ഞാൽ ജബലു ഹിറ, ഹിറ ഗുഹയുള്ള അന്നൂർ പർവ്വതം അവർ കണ്ടു എന്നാണ്.
അവർ ദൃഷ്ടാന്തം ചോദിച്ച് വാങ്ങിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാൽ അവരോട് പറഞ്ഞു, ഇഷ്ഹദു ഇഷ്ഹദു, നിങ്ങൾ ദർശിക്കൂ, നിങ്ങൾ സാക്ഷികളാകൂ എന്ന്. അങ്ങനെ ഫാറാഹും ഇൻഷിഖാഖൽ ഖമർ ബിമക്ക മർറതൈൻ, ചന്ദ്രനെ പിളർത്തിയുള്ള ഈ ദൃഷ്ടാന്തം മക്കയിൽ വെച്ച് 2 തവണ അവർക്ക് കാണിക്കുകയുണ്ടായി എന്നാണ്. പക്ഷേ എന്താണ് ഈ ദൃഷ്ടാന്തം ചോദിച്ച മക്കക്കാർ ദൃഷ്ടാന്തം കണ്ടിട്ടും പ്രതികരിച്ചത്? സഹറന മുഹമ്മദുൻ, മുഹമ്മദ് ഞങ്ങളെ മാസ്മരിക വലയത്തിൽ അകപ്പെടുത്തി എന്നാണ്, ഞങ്ങൾക്ക് സിഹ്ർ ചെയ്തു എന്നാണ്. ആ വിഷയത്തിലാണ് ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ എന്ന് തുടങ്ങിയുള്ള വചനങ്ങൾ അവതീർണമായത്. ലഇൻ കാന സഹറന ഫമാ യസ്തതിഉ അൻ യസ്ഹറ അന്നാസ കുല്ലഹും എന്നൊക്കെ അവർ കളിയാക്കി പറഞ്ഞു എന്നാണ്. ഞങ്ങളെ മാസ്മരിക വലയത്തിൽ അകപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ ജനങ്ങളെയും ഇങ്ങനെ സിഹിറിൽ അകപ്പെടുത്താൻ മുഹമ്മദിനാവുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞു എന്നൊക്കെയാണ്. ഞാനിത് ഉദ്ധരിച്ചത് സത്യം കേട്ടാൽ അത് കേൾക്കാനാവാത്ത, സത്യം കണ്ടാൽ അത് കാണാനാവാത്ത, തങ്ങൾ കണ്ടതും കേട്ടതുമായ സത്യത്തെ സത്യമായി പ്രഖ്യാപിക്കാൻ തുനിയാത്ത, കഴിയാത്ത അവസ്ഥയാണ് അവിശ്വാസികളുടേത് എന്ന് മനസ്സിലാക്കാനാണ്. നോക്കൂ നിങ്ങളിവിടെ, അവർ ചോദിച്ചു അന്വേഷിച്ച് കാണിക്കപ്പെട്ട ദൃഷ്ടാന്തം, അതിനു മുന്നിൽ അവർ ബധിരരായി, മൂകരും ഊമകളുമായി, അന്ധരുമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസികളെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ്. അപ്രകാരം ചിന്ത നട്ടും ആലോചിച്ചും ഗ്രഹിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളും ധാരാളമാണ്. എന്നാൽ അത് കാണാനും കേൾക്കാനും അറിയാനും അവസരമുണ്ടാക്കാതെ ബധിരരെ പോലെ, ഊമകളെപ്പോലെ, അന്ധന്മാരെപ്പോലെ വർത്തിക്കുന്നു അവിശ്വാസികൾ. അത് കാരണത്താൽ ഫഹും ലാ യഅഖിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അനന്തരഫലം എന്ത് എന്നുള്ളത് ഇവിടെ ഉണർത്തുകയാണ്. ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനാൽ അത് കാരണത്താൽ അവർക്ക് ഗ്രഹിച്ചു മനസ്സിലാക്കുവാൻ, ചിന്തിച്ചു ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇവിടെയും അഖിൽ, ബുദ്ധി, അഖിലു റുഷ്ദിൻ, സന്മാർഗത്തിൻ്റെയും നേർവഴിയുടെയും അഖിലാണ്, അല്ലാതെ അഖിലുൽ ഇദ്രാഖ്, ഗ്രാഹ്യതയുടെ അഖിലല്ല. നമ്മൾ മുമ്പത്തെ വചനത്തിൽ അഖിൽ 2 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മൾ പലത് പറഞ്ഞതാണ്. തങ്ങൾക്ക് നേർവഴിയാകേണ്ട, സൽസരണിയാകേണ്ട, സന്മാർഗം ലഭിക്കേണ്ട വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും അഖിൽ അതവർക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഫഹും ലാ യഅഖിലൂൻ എന്നതിനാൽ ഉദ്ദേശം. മുമ്പ് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 18-ാം വചനത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു പോയതും പഠിച്ചതുമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മുൻ ബദിരർ, ബുക്മുൻ ഊമകൾ, ഉമ്യുൻ അന്ധന്മാർ എന്ന് വിധിച്ച, വിശേഷിപ്പിച്ച ഈ ആൾ വിഭാഗം അവിടെ കപടവിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ കണ്ണും കാതും നാക്കുമൊക്കെ ഉള്ളവരാണ്. അവർ വാചാട്ടോപ്പികളാണ്. കണ്ട് കേട്ട് ആവിഷ്കരിക്കുവാനും അറിയിക്കുവാനും നല്ല കെൽപ്പുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ സംസാരിക്കുകയാണ് എങ്കിൽ, പറയുകയാണ് എങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടിരുന്നു പോകും. അത്രമേൽ വാചാട്ടോപ്പികളാണ്, സ്ഫുടഭാഷികളാണ് അവർ എന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ബദിരർ, ഊമകൾ, അന്ധന്മാർ എന്ന് വിശേഷിപ്പിച്ചത്, വിധിച്ചത്. അപ്പോൾ അവരുടെ ബധിരതയും മൂകതയും അന്ധതയും ഏത് വിഷയത്തിലാണ്? അവർക്ക് ഉപകാരപ്പെടേണ്ട, ഫലപ്രദമാകേണ്ട സത്യത്തിൻ്റെ വിഷയത്തിലാണ്. വജഅൽനാ ലഹും സമഅൻ വഅബ്സാറൻ വഅഫ്ഇദ ഫമാ അഗ്ന അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? നാം അവർക്ക് കേൾവിയെയും കാഴ്ചകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്രകാരം വഅഫ്ഇദ, ഹൃദയങ്ങളും പടച്ചിട്ടുണ്ട്. പക്ഷേ ഫമാ അഗ്ന അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ, അവരെ തൊട്ട് അവരുടെ കേൾവിയാകട്ടെ, അവരുടെ കാഴ്ചകളാകട്ടെ, അവരുടെ കൽബുകളാകട്ടെ അവർക്കൊട്ടും ഉപകരിച്ചില്ല, ഉപകാരം ചെയ്തില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെയാണ് ഇവിടെയും തനിക്ക് ഉപകാരപ്പെടാത്തത്,
തന്നെ തൊട്ട് ഉപയോഗശൂന്യമായത് അത് നഷ്ടപ്പെട്ടവനെ പോലെയാണ്, അതില്ലാത്തവനെ പോലെയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അവർക്ക് കൽബുകളുണ്ട്, അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേൾക്കുന്നുമില്ല. ഫലത്തിൽ കൽബും കണ്ണും കാതും ഇല്ലാത്തവരാണവർ എന്നുള്ളതാണ്. ഖാനബ് ഇബ്നു ഉമ്മി സാഹിബ് ചൊല്ലിയൊരു കവിതയിൽ ഇപ്രകാരമുണ്ട്: സുമ്മൻ ഇദാ സമിഉ ഖൈറൻ ദുകിർതു ബിഹി വ ഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും അദിനു എന്നാണ്. എന്നെക്കുറിച്ചൊരു ഖൈറാണ് പറയപ്പെട്ടത് അവർ കേൾക്കുന്നതെങ്കിൽ അവർ ബദിരരാണ്. സുമ്മൻ വ ഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും, അവരോട് എൻ്റെ ഒരു ദൂഷ്യമാണ് പറയപ്പെടുന്നതെങ്കിൽ അദിനു എന്നാണ്, അവർ അത് കാതുകൊടുത്ത് കേൾക്കും എന്നാണ്. മറ്റൊരു കവി പറഞ്ഞു: അസമ്മു അനിൽ അംരില്ലദീ ലാ ഉരീദുഹു വ അസ്മഉ ഖൽഖല്ലാഹി ഹീന ഉരീദു എന്നാണ്. ഞാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യം അതിൽ ഞാൻ ബധിരനാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അള്ളാൻ്റെ പടപ്പുകളിൽ ഏറ്റവും കേൾക്കുന്നവൻ ഞാനാണ്. ഇവിടെ ഒരേ വ്യക്തിയാണ്, ഒരു സമയം ബധിരനാണ്, മറ്റൊരു സമയം അയാൾ തന്നെ നന്നായി കേൾക്കുന്നവനാണ്. ബധിരത അതുപോലെ കേൾവി, രണ്ട് സന്ദർഭങ്ങളിൽ, രണ്ട് വിഷയങ്ങളിൽ. ഇതുപോലെയാണ് കാഴ്ചയുടെയും അതേപോലെ തന്നെ സംസാരത്തിൻ്റെയും ഒക്കെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഭാഗത്തെക്കുറിച്ച് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്നൊക്കെ വിധിച്ചുവോ വിശേഷിപ്പിച്ചുവോ, അവർ തീരെ കേൾക്കാത്തവരോ കാണാത്തവരോ സംസാരിക്കാത്തവരോ അല്ല. പ്രത്യുത നന്നായി കാണുന്നവരും കേൾക്കുന്നവരും സ്ഫുടഭാഷികളായ സാഹിത്യകാരന്മാരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശേഷണവും വിധിയും ആരെക്കുറിച്ച് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിതരായ അവിശ്വാസികളെക്കുറിച്ചാണല്ലോ ഈ വിധിയും വിശേഷണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ അന്നാളുകളിലെ അറബികൾ സാഹിത്യകാരന്മാരാണ്, കവികളാണ്, പ്രാസംഗികന്മാരാണ്. അവർ മൊഴിഞ്ഞ ഹിക്കമുകൾ, തത്വങ്ങൾ, അവരുടെ അംസാൽ, ഉപമകൾ, അവർ പറഞ്ഞ ഖസസ്, കഥകൾ, അതേപോലെ അവർ ഗോത്രങ്ങളുടെയും തറവാടുകളുടെയും പേരിൽ പരസ്പരം പെരുമ പറഞ്ഞ, മേനി പറഞ്ഞ പ്രയോഗങ്ങൾ, അപ്രകാരം വ്യക്തികൾ പരസ്പരം താൻ പോരിമ പറഞ്ഞിരുന്ന വിഷയങ്ങൾ സൂക്കു കാതിലും മിജന്നയിലും മറ്റു അറബികളുടെ അറിയപ്പെട്ട സൂക്കുകളിലുമൊക്കെ അവർ നടത്തിയിരുന്നതായ പ്രസംഗങ്ങളും ഗദ്യാവിഷ്കാരങ്ങളും അതേപോലെ അവരുടെ സാരോപദേശങ്ങളും വസീയത്തുകളും അപ്രകാരം ജ്യോത്സ്യന്മാരുടെ പ്രാസമൊപ്പിച്ചിട്ടുള്ള പ്രയോഗങ്ങളും മറ്റുമൊക്കെ നമ്മൾ എത്ര വായിക്കുന്നു ചരിത്രത്തിൽ. ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വിശിഷ്യ അവരിലെ പ്രാസംഗികന്മാർ, അതേപോലെ അവരിലെ കവികൾ ഗദ്യത്തിലും പദ്യത്തിലും അവരുടെ തികവും മികവും ഏവരെയും അത്ഭുതപ്പെടുത്തുമാറാണ് ചരിത്രം ക്രോഡീകരിച്ചിട്ടുള്ളത്. അവരെക്കുറിച്ചാണ് പറയുന്നത് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ എന്ന്. ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ച ഒരു മഹാനാണ്. ഉമർ റളിയല്ലാഹു തആലായുടെ ഖിലാഫത്തിൽ ഈ ഹരീം ഇബ്നു ഖുത്ബയോട് ഉമർ അവർ രണ്ടു കൂട്ടരിൽ ആർക്കായിരുന്നു താങ്കൾ വിധിക്കുക, ആരെയാണ് താങ്കൾ അകറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ ഇത് ചോദിക്കുമ്പോൾ അന്ന് ചരിത്രം സാക്ഷിയായ ഒരു മഹാസംഭവത്തിലേക്കാണ് ഉമർ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ബനു ആമിർ ഗോത്രത്തിലെ രണ്ട് പ്രമുഖർ, ഒന്ന് ആമിർ ഇബ്നു തുഫൈൽ അൽ ആമിരിയും മറ്റൊന്ന് അൽഖമ ഇബ്നു ഉലാസ അൽ ആമിരിയും. ഇവർ രണ്ടുപേരും മുഖാമുഖം കണ്ടുമുട്ടി ജാഹിലിയത്തിൽ ഒരു സുപ്രധാന വേദിയിൽ. ഈ രണ്ടു കൂട്ടരും ബനു ആമിർ ഗോത്രക്കാരാണ്, പിതൃ സഹോദരങ്ങളുടെ മക്കളാണ്. ആമിറുൽ ആമിരി വല്ലാഹി ല അന അഷ്റഫു മിൻക ഹസബ വ അസ്ബതു മിൻക നസബ വ അത്വലു ഖസബ എന്ന് പെരുമ പറയുകയാണ്. ഞാനാണ് ഏറ്റവും മാന്യമായ തറവാടി, കുലമഹിമ എൻ്റേതാണ് കൂടുതൽ സ്ഥിരപ്പെട്ടത്, ഞാനാണ് മെയ്യൂക്കും കയ്യൂക്കുമുള്ളവൻ എന്നാണ് അതിൻ്റെ പൊരുൾ. അൽഖമ അൽ ആമിരി വിട്ടുകൊടുക്കുന്നില്ല. ഉനാഫിറുഖ് എന്ന് പറഞ്ഞ് ആമിർ ബിൻ തുഫൈലിനോട് കൊമ്പ് കോർക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, പ്രതികരിക്കുന്നത്, വ അന അഷ്റഫു മിൻക ഉമ്മ വ അത്വലു ഖിമ്മ വ അബ്അദു ഹിമ്മ, ഞാനാണ് കൂടുതൽ ആൾബലമുള്ളവൻ, മെയ്യൂക്കും കയ്യൂക്കുമുള്ളവൻ, മനക്കരുത്തും ഉള്ളവൻ. ഇതാണ്
പറയുന്നതിൻ്റെ ഉദ്ദേശം. അതോടുകൂടി പിന്നെ അവർക്കിടയിൽ സംസാരം തുടരുകയാണ്. ഇങ്ങനെ പ്രാസമൊപ്പിച്ചും താൻ പോരിമ പറഞ്ഞും അവർ തുടർന്നു. ഇരുപക്ഷത്തും അവരവരുടെ ആളുകൾ തടിച്ചുകൂടി. ഇത്തരം സംസാരങ്ങൾ രക്തച്ചൊരിച്ചിലാണ് അവസാനിക്കുക. രണ്ടാളിൽ തുടങ്ങിയതാണെങ്കിലും രണ്ടു പക്ഷത്തും ഗോത്രങ്ങൾ തടിച്ചുകൂടി പിന്നീട് രക്തസിക്ത താണ്ഡവങ്ങളും രക്തച്ചൊരിച്ചിലുകളുമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു വിധികർത്താവിനെ നിശ്ചയിച്ച് ഇവർക്കിടയിൽ ആരാണ് പോരിമയും പോരിശയും കൂടുതലുള്ളവൻ എന്ന് വിധിക്കാൻ വിധികർത്താവിനെ അന്വേഷിക്കുകയും അങ്ങനെയാണ് ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരിയുടെ വിധികർത്തൃത്വത്തിന് തയ്യാറാവുകയും ഉണ്ടായത്. ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ഈ രണ്ടു പേരിൽ ഒരാൾക്ക് അനുകൂലമായി വിധിച്ചാൽ പിന്നെ അതോടുകൂടി പ്രശ്നം രൂക്ഷമായി, വിഷയം വഷളായി. ഈ പറഞ്ഞ യുദ്ധവും സംഘട്ടനവുമൊക്കെ സംജാതമാവുകയായി. ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ബുദ്ധി ഉപയോഗിച്ചു. എന്നിട്ട് രണ്ടാളെയും നിർത്തിയിട്ട് പറഞ്ഞത് അൻതുമാ കറുക്കുബത്തൈ അൽ ബഈർ തഖാനി ഇലൽ അർദി മഅൻ വ തഖൂമാനി മഅൻ എന്നാണ്. ഇരുവരുടെയും സംസാരങ്ങൾ കേട്ടു, തുടർച്ചയായുള്ള വാഗ്വാദങ്ങൾ കേട്ടു. എന്നിട്ട് പറഞ്ഞത്, വിധിച്ചത്, നിങ്ങൾ ഇരുവരും ഒരു ഒട്ടകത്തിൻ്റെ രണ്ട് മുട്ടുകൾ പോലെയാണ്. അവ രണ്ടും ഭൂമിയിലേക്ക് ഒന്നിച്ച് വെക്കുന്നു. ഒട്ടകം അപ്രകാരം ഒന്നിച്ച് ആ മുട്ടിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹം വിധിച്ചത്. അതോടുകൂടി ഇരുവരും തൃപ്തിപ്പെട്ട് മടങ്ങി. എല്ലാവരും നന്നായി ആ വിധിയിൽ ആസ്വദിച്ചു, എല്ലാവരും ആശ്വസിക്കുകയുമുണ്ടായി എന്നുള്ളതാണ്. ഇതിലേക്ക് ചൂണ്ടിയാണ് ഉമർ ഈ ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ചോദിക്കുന്നത് അയ്യുഹുമ കുൻത മുനഫിറൻ എന്ന്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കിപ്പുറം ഉമർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഹരീം ഇബ്നു ഖുത്ബ പറയുന്നത്, യാ അമീർ അൽ മുഅ്മിനീൻ ലൗ ഖുൽതുഹൽ ആൻ ലആദത് ജദഅതൻ. അമീറുൽ മുഅ്മിനീൻ, അവർ ഇരുവർക്കുമിടയിൽ ഒരാൾക്ക് അനുകൂലമായി അയാളുടെ പക്ഷം ചേർന്ന് ഞാൻ ഇന്നാണ് വിധിക്കുന്നത് എങ്കിൽ, ആ വിധിക്കപ്പെടുന്നവർ ഇന്നില്ല നിലവിൽ, പക്ഷേ അത് ഇന്നാണ് വിധിക്കുന്നത് എങ്കിൽ അവർ തമ്മിലുണ്ടാകേണ്ടിയിരുന്ന യുദ്ധം, ആ മഹാ ഫിത്ന, അത് ഇന്ന് ഉടലെടുക്കുമായിരുന്നു, അത് ഇന്ന് സംഭവിക്കുമായിരുന്നു എന്നാണ്. അവിടെയാണ് ഉമർ പറയുന്നത്, ഇന്നകല അഹ്ലുൻ ലിമൗദിഇക മിന റിയാസ, നേതൃപദവിക്ക് താങ്കൾ ഏറ്റവും അർഹനാണ് എന്നത്. ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിയോഗികളായി നിലയുറപ്പിച്ച ആളുകൾ ബധിരരും മൂകരും അന്ധരും ആയിരുന്നില്ല. പ്രത്യുത അവർ കേൾവിയും കാഴ്ചയുമുള്ള, സംസാര ശക്തിയുള്ള കരുത്തർ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. എന്നിട്ടും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിധിച്ചതിൽ, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്ന് വിശേഷിപ്പിച്ചതിൽ അതിൻ്റെ പൊരുളെന്ത്, അതിൻ്റെ ഉദ്ദേശമെന്ത്, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. അറബി സാഹിത്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, അഖ്തബു മിൻ സഹ്ബാൻ എന്ന്. സഹ്ബാനേക്കാൾ വലിയ പ്രാസംഗികൻ. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? സഹ്ബാൻ ഇബ്നു വാഇലുൽ ബാഹിലി വലിയ വാചാട്ടോപ്പിയായിരുന്നു, സ്ഫുടഭാഷിയായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു. ഖുസ് ബിൻ സാഇദ അൽ അയാദി, ദംറ ഇബ്നു ദംറ, അംർ ഇബ്നുൽ അഹ്തമുൽ മൻഖരി, അതുപോലെ ഖൈസ് ഇബ്നു ആസിമുൽ മൻഖരി തുടങ്ങി പല പ്രമുഖർ പ്രാസംഗികന്മാരായി ജാഹിലിയത്തിൽ. ഒരു പ്രസംഗം ഇപ്രകാരം, യാ മഅ്ശറ ബക്കർ ഹാലികും മഅ്ദൂർ ഖൈറും മിൻ നാജിൻ ഫറൂർ ഇന്നൽ ഹദറ ലാ യുൻജി മിനൽ ഖദർ വ ഇന്ന സബ്ര മിൻ അസ്ബാബിൽ ളഫർ അൽ മനിയതു വലദ്ദനിയ ഇസ്തിഖ്ബാലുൽ മൗത്ത് ഖൈറും മിൻ ഇസ്തിദ്ബാരി അത്അനു ഫി സഗരിൻ നുഹൂർ അക്രമു ഫിൽ അഅജാസി വദ്ദുഹൂർ യാ ആല ബക്കർ ഖാതിലു ഫമാലിൽ മനായ മിൻ ബുദ്. ബക്കർ ഗോത്രത്തെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് ഹാനി ഇബ്നു ഖബീസ അഷൈബാനി നടത്തിയ പ്രസംഗമാണിത്. ബക്കർ ഗോത്രത്തെ വിളിച്ചു പറയുന്നത്, യാ മഅ്ശറ ബക്കർ ഹാലിക്കും മഅ്ദൂർ ഖൈറും മിൻ നാജിൻ ഫറൂർ, യുദ്ധമുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നവനേക്കാൾ നല്ലത് ഒഴുകഴിവിനാൽ നാശം, മരണം ഏറ്റുവാങ്ങുന്നവനാണ്. ഇന്നൽ ഹദർ ലാ യുൻജി മിനൽ ഖദർ, മുൻകരുതൽ വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. വ ഇന്ന സബർ മിൻ അസ്ബാബിൽ ളഫർ, വിജയത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് ക്ഷമിച്ച് നിലകൊള്ളുക എന്നുള്ളത്. അൽ മനിയ വലദ്ദനിയ, മരണമാണ് ഉത്തമം, നിന്ദ്യതയല്ല. ഇസ്തിഖ്ബാലുൽ മൗത്ത് ഖൈറും മിൻ ഇസ്തിദ്ബാരി, മരണം അഭിമുഖീകരിക്കലാണ്
മരണം പിന്നോട്ടായുന്നതിനേക്കാൾ ഉത്തമം. അത്താനു ഫി സഗരിൻ നുഹൂർ അക്രമു മിൻഹു ഫിൽ ആജാസി വദ്ദുഹൂർ. നെഞ്ചിൽ കുത്തേൽക്കലാണ് മുതുകിലും പാർശ്വങ്ങളിലും ഏൽക്കുന്നതിനേക്കാൾ മാന്യമായത്. അതുകൊണ്ട് യാ ആല ബക്കർ, ബക്കർ കുടുംബമേ, ഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യൂ. ഫമാലിൽ മനായ മിൻ ബുദ്ധ്, മരണം അത് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് പൊരുതി നമുക്ക് മരണം നേടാം എന്ന് പ്രോത്സാഹിപ്പിച്ച് നടത്തിയ ഖുതുബയാണ്. അൽ ബയാൻ വത്തബീൻ എന്ന മഹൽ രചനയിൽ അംർ ഇബ്നു ബഹർ, അബൂ ഉസ്മാൻ ഉൽ ജാഹിബ്, അന്ന് കാലങ്ങളിലെ അറബികളുടെ പ്രസംഗങ്ങൾ, അതിൽ നാടോടികളായ അറബികളുടെയും നാട്ടിൽ പാർക്കുന്ന അറബികളുടെയും മറ്റുമൊക്കെ സുദീർഘവും ഹ്രസ്വവുമായ പ്രസംഗങ്ങൾ, ഇത്രയൊക്കെ ആവിഷ്കാരങ്ങളും കഴിവുകളും ഗദ്യത്തിലും പദ്യത്തിലും വൈവിധ്യമാർന്ന പ്രകടനങ്ങളുമൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും വലിയ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമായി അവരെ കേൾപ്പിച്ചപ്പോൾ അവർക്കെല്ലാം സർവാംഗീകൃതനും സുസമ്മതനും സ്വീകാര്യനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ സത്യവഴി കാണുവാനും സത്യമൊഴി കേൾക്കുവാനും അതിനോടനുകൂലമായി പ്രതികരിക്കാനും ആ വിശ്വാസികൾക്കായില്ല എന്നതിനാലാണ് കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണും പറയാനുള്ള നാക്കും ഇല്ലാത്തവരെ പോലെ, നഷ്ടമായവരെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത്, വിധിച്ചത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യഖിലൂൻ, അവർ ബധിരരാണ്, ഊമകളാണ്, അന്ധരാണ്, അതിനാൽ തന്നെ അവർ ഗ്രഹിക്കുന്നില്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന വിശേഷണവും വിധിയും അവിശ്വാസികൾ ആശ്രയിക്കുന്ന, വിളിച്ചു തേടുന്ന വിഗ്രഹങ്ങളുടേതാണെന്ന് വിധിച്ച, ഉണർത്തിയ മുഫസ്സിറുകളുമുണ്ട്. ആയത്തിൻ്റെ തുടക്കത്തിൽ വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്നത് വിശദീകരിക്കവേ അവിടെയുള്ള ഉപമകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു പോയതാണ്. അവിശ്വാസികൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളും വിളിയും തെളിയും കേവലം കേൾക്കുക മാത്രമല്ലാതെ കേട്ട് പ്രതികരിക്കുവാൻ കഴിയാത്ത ജന്തുക്കളുടെ ഉപമയാണ്, കാലികളുടെ ഉപമയാണ് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, ആരാധ്യന്മാർ, അവർ സുമ്മും ബുക്മും ഉമ്യും ഫഹും ലാ യഖിലൂൻ, ബധിരരാണ്, മൂകരാണ്, അന്ധരാണ് എന്ന് അവയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് തഫ്സീർ ചെയ്ത പണ്ഡിതന്മാരുമുണ്ട്. ഫഹും ലാ യഖിലൂൻ എന്നിടത്ത് അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹും എന്നുള്ളത് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് പ്രയോഗിക്കപ്പെടുന്ന സർവനാമമാണ്. കല്ലിനാലും മരത്താലുമൊക്കെ തീർക്കപ്പെട്ട ബിംബങ്ങളും വിഗ്രഹങ്ങളുമാണ് എങ്കിൽ ഫഹും എന്നല്ല പ്രയോഗിക്കുക, ഫഹിയ എന്നാണ് പ്രയോഗിക്കുക. ലാ യഖിലൂൻ എന്നല്ല പറയുക, ലാ തഖിൽ എന്നാണ് പറയുക. ഫഹിയ ലാ തഖിൽ, അവ ഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഫഹും ലാ യഖിലൂൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ വിഗ്രഹങ്ങളും ബിംബങ്ങളുമൊക്കെയാണ് ഉദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടവർ പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികളും അവിശ്വാസികളും ഈ പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ബുദ്ധി പ്രയോഗിക്കുന്നവരുടെ സ്ഥാനത്താണ് അവരോധിച്ചിട്ടുള്ളത്. തങ്ങളെ കേൾക്കുന്ന, കാണുന്ന, ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കുന്ന ആളുകളോട് എങ്ങനെ വർത്തിക്കുന്നു അതുപോലെയാണ് ഈ വിഗ്രഹങ്ങളോട് അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും വർത്തിക്കുന്നത്. കേൾക്കുന്നവനെ പോലെ, കാണുന്നവനെ പോലെ, ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവൻ്റെ പോലെ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചും അവരോട് സങ്കടപ്പെട്ടും ആവശ്യങ്ങൾ തേടിയും അവർക്ക് മുമ്പിൽ യാചിച്ചും കരഞ്ഞും കേണുമൊക്കെ വണങ്ങിയുമൊക്കെ വർത്തിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ എത്രമേൽ അപക്വമായ, എത്രമേൽ അർത്ഥശൂന്യമായ നിലപാടാണ് ഇത്തരം ആളുകൾക്ക് അവരുടെ ആരാധ്യന്മാരോടെന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഫഹും ലാ യഖിലൂൻ എന്ന് വിഗ്രഹങ്ങളാണ് ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ ബിംബങ്ങളാണ് ഉദ്ദേശമെങ്കിൽ അതിന് താല്പര്യമെന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഫഹും ലാ യഖിലൂൻ എന്നുള്ളിടത്ത് റുഷ്ദിൻ്റെ അഖിലാണ്, ഇദ്റാക്കിൻ്റെ അഖിലല്ല എന്നുള്ള വിഷയം നമ്മളിവിടെ പറഞ്ഞുപോയി. ആ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്നിടത്ത് പഠിച്ചു പോയതുമാണ്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കേൾവിയുടെ വിഷയം ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട്
സുപ്രധാനമായ ചില വിഷയങ്ങൾ, മസ്അലകൾ, ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ബിഇദ്നില്ലാ അടുത്ത എപ്പിസോഡിൽ. ഒപ്പം 172 വചനത്തിൻ്റെ തഫ്സീറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.